1ാം റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പിന്നെ ഞാൻ ഒരു അധ്യാപികയാണ്. ഇപ്പോൾ എന്താ ഞാൻ കുട്ടികളോട് പറയാ, പിന്നെ പഠിച്ച് ജോലി വാങ്ങണം, ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. 1ാം റാങ്ക് വകയെ എനിക്ക് പോലും ജോലി തരാനില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവർക്ക് പ്രോത്സാഹിപ്പിക്കുക? നമ്മളെ സമയം അതിനൊന്നും ഒരു വാല്യൂ ഇല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്കറിയാം. എൻ്റെ പഠനകാലം എന്ന് പറയുന്നത് ഞാനിപ്പോൾ 2012 വരെ നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നു. അതിന് ശേഷം കല്യാണത്തിന് ശേഷം BEd കഴിഞ്ഞു. പക്ഷെ അതുവരെ ഞാൻ പഠിച്ചതും ഇതൊക്കെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും വേറെ മറ്റു പല ജോലികളും നമ്മൾ ചെയ്തിട്ടാണ് പഠനകാലം നമ്മൾ പൂർത്തിയാക്കിയത്. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. പണമില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ ഒരു ആർട്സ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചു വന്നത്. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ബിലോ പോവർട്ടിയിൽ പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണ് ഞാൻ. അന്ന് പഠിച്ചു വന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നത്. സാർ, എന്തിനാണ് ഈ രീതിയിൽ നമ്മൾ തഴയപ്പെടുന്നത്? ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. സങ്കടമുണ്ട് മോളെ, എന്ത് ചെയ്യാനാണ്? മൊത്തത്തിലൊരു അവസ്ഥ തന്നെയാണ്. ഈ പിൻവാതിൽ നിയമനം നിങ്ങൾ അറിയാതിരിക്കില്ലല്ലേ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. അതിന് കുറച്ച് രാഷ്ട്രീയ പിടിപാടൊക്കെ വേണം. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ ആയിട്ട് രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കണം. അവർ പറഞ്ഞ പോലെ പ്രവർത്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്ര വിദ്യാഭ്യാസം വേണമെന്നില്ല. 10ാം ക്ലാസ് പാസ്സാകാത്തവർ വരെ ചിലപ്പോൾ ജോലി കിട്ടും. അതെ, കിട്ടും. കേന്ദ്ര ഗവൺമെന്റ് ജോലി വരെ കിട്ടും. അതാണ് അവസ്ഥ. കഷ്ടപ്പെടുന്നവർക്ക് കിട്ടും, കാത്തിരിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിലൊരു പ്രൈവറ്റ് ജോബൊക്കെ ചെയ്ത് ജീവിക്കേണ്ടി വരും. കാര്യം നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു മൊത്തത്തിൽ നമ്മുടെ ആ അവസ്ഥ തന്നെയാണ്. കാശ് വേണം, അല്ലെങ്കിൽ പിടിപാട് വേണം, എന്നാലേ ഗവൺമെന്റ് ജോലി കിട്ടും. ഓക്കെ, നല്ലതിനുണ്ടാവട്ടെ നമ്മൾ ആശംസിക്കുന്നു.